ഇതാരാ ഈ നേരത്ത്? പരിചയമില്ലാത്ത നമ്പറാണല്ലോ. ഹലോ സാർ, ഞാനൊരു ബിസിനസ് ഡീൽ സംസാരിക്കാനായി വിളിച്ചതാ. ഈ രാത്രിയിലോ? സാർ ഒരു അപ്പോയിന്റ്മെന്റ് തന്നിരുന്നെങ്കിൽ നാളെ രാവിലെ നേരിട്ട് വരാമായിരുന്നു. നിങ്ങൾ ആരാണ്, എന്താണെന്നുള്ളൊരു ഡീറ്റെയിൽസ് ആദ്യം താ, എന്നിട്ടല്ലേ ഈ അപ്പോയിന്റ്മെന്റിന്റെ കാര്യം. സാർ, എന്റെ പേര് പ്രകാശൻ. എന്റെ പേര് പറഞ്ഞാൽ ചിലപ്പോൾ സാറിന് അറിയില്ല. എന്റെ അമ്മയുടെ പേര് പറഞ്ഞാൽ ചിലപ്പോ അറിയും. ആഹാ, അത് കൊള്ളാലോ. നിങ്ങളുടെ അമ്മയുടെ പേര് ഇന്ദിരാഗാന്ധി എന്നാണോ അതോ മദർ തെരേസ എന്നാണോ? ഇന്ദിരാഗാന്ധിയോ മദർ തെരേസയോ ഒന്നല്ല, ചന്ദ്രിക വർമ്മ എന്നാ പേര്. അച്ഛന്റെ പേര് കൂടി പറയാം, മാധവൻ നായർ. അതെ, മാധവൻ നായരുടെ മോനിപ്പോ എന്താ വേണ്ടത്? എനിക്ക് എന്താ വേണ്ടതെന്ന് ചോദിച്ചാൽ വേറൊന്നുമല്ല, എന്റെ അമ്മയ്ക്ക് അവകാശപ്പെട്ട സ്വത്ത്. എന്റെ അമ്മയ്ക്ക് കൂടി അവകാശപ്പെട്ട കോടിക്കണക്കിന് രൂപയുടെ സ്വത്തുക്കൾ മുഴുവനും നിങ്ങളല്ലേ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി അത് വേണ്ട. എന്റെ അമ്മയ്ക്ക് അവകാശപ്പെട്ട സ്വത്ത് അമ്മയ്ക്ക് വേഗം ഭാഗം വെച്ചു കൊടുക്കണം. ആ പ്രകാശ, സ്വത്തിന്റെ വിഹിതമല്ലേ തരാലോ. പാരമ്പര്യമായിട്ട് കിട്ടിയ സ്വത്ത് എന്നായാലും വീതിച്ചു തന്നല്ലേ പറ്റൂ. അതെ, ഇത്തരം കാര്യങ്ങളൊക്കെ ഫോണിൽ സംസാരിച്ചാൽ അത് ശരിയാണോ പ്രകാശ? അതുകൊണ്ടേ പ്രകാശനൊരു കാര്യം ചെയ്യ്, നാളെ രാവിലെ നമുക്ക് നേരിട്ട് സംസാരിക്കാം. അപ്പോ അർഹിക്കുന്ന സ്വത്ത് തരും അല്ലേ? തീർച്ചയായിട്ടും തരും. ഓഹോ, പ്രകാശന് അർഹിക്കുന്നത് ഞാൻ തന്നിരിക്കും. ശരി, അപ്പൊ രാവിലെ കാണാം. ശരി. പ്രകാശൻ അർഹിക്കുന്നത് ഞാൻ അവന് വച്ചിട്ടുണ്ട്. അവന്റെ അമ്മയുടെ അവകാശം